മാങ്ങയുടെ സീസൺ വരുമ്പോൾ നമ്മൾ മാങ്ങ വെച്ചിട്ട് ജാം, സ്ക്വാഷ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇന്ന് മാങ്ങ വെച്ചിട്ട് നല്ലൊരു ഡെസേർട്ട് കാണാം. ചിയ മാംഗോ കോക്കനട്ട് പുഡിംഗ്. ഞാൻ മൈമാ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. പുഡിങ്ങുകളിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടൊരു ഡെസേർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് അത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്. കണ്ടൻസ് മിൽക്ക് ഇല്ല എങ്കിൽ പഞ്ചസാര ചേർക്കാം, ആവശ്യത്തിന് മധുരം ചേർത്താൽ മതി. ഇതിലേക്ക് 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക്. ഇവിടെ ഈ കോക്കനട്ട് മിൽക്ക് എടുത്തേക്കെന്നൊന്ന് പറയാം. ഞാൻ 2 കപ്പ് തിരുമിയ തേങ്ങയിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഈ തേങ്ങാപ്പാൽ. അതിന് പകരം സാഷയിൽ കോക്കനട്ട് മിൽക്ക് കിട്ടും, അത് ഉപയോഗിക്കാം. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന കോൺഫ്ലവർ, കോക്കനട്ട് മിൽക്ക്, കണ്ടൻസ് മിൽക്ക്. ഇനി ഇതൊന്ന് ഹീറ്റ് ചെയ്യാം. കോക്കനട്ട് മിൽക്കും മാങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിംഗ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട്. ഈ മിക്സർ ഭയങ്കരമായിട്ട് വെട്ടി തിളയ്ക്കണം. നല്ലൊരു തള വരണം. ഒരു നല്ലൊരു ബോയിൽ വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. കണ്ടോ, നല്ലൊരു തള വന്ന് ഓഫ് ചെയ്തു. നമ്മൾ കോൺഫ്ലവർ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ പിരിയത്തില്ല, കേട്ടിലാവാതിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് ഒത്തിരി തിക്കല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിയ സീഡ്സ് ഇടുന്നത്. ചിയ സീഡ്സ് ഒരു 3 ടേബിൾ സ്പൂണാണ് അതിനകത്തേക്ക് ഇടുക. സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ കഴുകാം. ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിച്ച് വേണമെങ്കിൽ ഇടാം. 3 ടേബിൾ സ്പൂൺ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കൂളാവാനായിട്ട് വെക്കുക. അപ്പോൾ ചിയ സീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് നല്ലൊരു തിക്ക് ഒരു ജെല്ലിയിലേക്കൊരു കൺസിസ്റ്റൻസി ആവും. നല്ല തിക്കാവും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സീഡ്സാണ് ചിയ സീഡ്സ്. ഇതൊന്ന് നന്നായിട്ട് കൂളാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഈ കസ്റ്റേർഡ് കൂളായി കണ്ട് ഇത്രയും തിക്കായി. നമ്മൾ ജെൽറ്റിനൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഈ ചിയ സീഡ്സ് ആണ് അതിൻ്റെ ആ തിക്നെസ് കൊടുക്കുന്നത്. ഇത് കോൺഫ്ലവർ ഇടാതെയും ഈ ഡെസേർട്ട് ഉണ്ടാക്കാം. കുറേ സമയം എടുക്കും അത് തിക്കായി വരാനായിട്ട്. കുറച്ച് മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ ഉപയോഗിക്കുക. അടിയിൽ ലെയർ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റർഡ്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എവിടെയെല്ലാം എയർ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കസ്റ്റർഡ് കൊല്ലിക്കാനായിട്ടാണ്. കുറച്ച് മാങ്ങ മേലെ വെക്കാം. വളരെ ടേസ്റ്റിയും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് ചിയ മാംഗോ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ ഈ ഒരു അളവിൽ 6 പേർക്കുള്ള ഒരു ഡെസേർട്ടാണ്. ഈ സൈസിലുള്ള 6 ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാം ഈ റെസിപ്പി ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ് ചേർത്തേക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പം ഒത്തിരി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ആ മധുരത്തിൻ്റെ അളവ് വേണമെങ്കിൽ ശകലം കുറയ്ക്കാം. അപ്പം നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇച്ചിരി മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.